അവരെന്നോട് പറഞ്ഞത്, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭീമൻ ഗേറ്റ് കൊണ്ട് പുറത്തു നിന്ന് നോക്കിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. താമരാക്ഷിയമ്മയെ പോലുള്ള ആളുകൾ. താമരാക്ഷിയമ്മയെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് യഥേഷ്ടം കടന്നു വരാനും ഞങ്ങളെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന നിയമനിർമ്മാണ സഭയ്ക്കകത്ത് വരാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അംഗീകാരമായി കാണുന്നത് താമരാക്ഷിയമ്മമാരുടെ സർട്ടിഫിക്കറ്റാണ്. ഇങ്ങനെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ ആൾക്കാർ കൂടുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാ വിധത്തിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണത് നല്ലൊരു കാര്യമാണ്. അത് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഒരു സീറ്റ് ഓഫ് അതോറിറ്റിയായ നിയമസഭയിൽ അത് സംഭവിക്കുമ്പോൾ അതുമീതെ നല്ലൊരു കാര്യമാണ്. അതിന് ഞാൻ സ്പീക്കറിനെയും ഈ ഫെസ്റ്റിവൽ നടത്തിയ എല്ലാവർക്കും ഞാൻ എൻ്റെ കൺഗ്രാജുലേഷൻസ് പറയട്ടെ. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി എഴുതാനും സ്വതന്ത്രമായി അഭിപ്രായം പറയാനും കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കുക എന്ന ലക്ഷ്യമാണ് തീർച്ചയായും നമ്മൾ ഈ പുസ്തകോത്സവത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഒരു വിഭാഗത്തിൻ്റെ സാംസ്കാരികതയെ പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും അടുപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. ടീം വർക്ക്സ് മേക്ക് ദ ഡ്രീം വർക്ക് എന്നാണ് ഇത് തീരുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരാശയം. നാം അല്ലെങ്കിൽ നമ്മൾ എന്ന രീതിയിലായിരുന്നു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം. അന്താരാഷ്ട്ര പുസ്തകോത്സവം സെക്കൻഡ് എഡിഷൻ ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല രീതിയിൽ രണ്ടാം എഡിഷൻ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ സമാപന സമ്മേളനത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ടീം വർക്ക്സ് മേക്ക് ദ ഡ്രീം വർക്ക് എന്നാണ് ഇത് തീരുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരാശയം. നിയമസഭയിലെ എല്ലാ ജീവനക്കാരും എല്ലാ കമ്മിറ്റികളും ഒരു നൂലിൽ കോർത്ത പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും നല്ല രീതിയിലുള്ള ഹോംവർക്ക് നടത്തുകയും നല്ല രീതിയിലുള്ള അച്ചടക്കത്തോടു കൂടിയുള്ള ചിട്ടയായ പ്രവർത്തനം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള ഒരു മേള, ഒരു മെഗാ ഈവൻ്റ് വളരെ ലളിതമായ രീതിയിൽ അതിൻ്റെ വലിയ പ്രയാസം കൂടാതെ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത്. വായന മരിക്കുന്നു എന്നും പുസ്തകം വായന നിന്നു പോകുന്നു എന്നുമൊക്കെ വിലപിച്ച വിമർശകർക്കൊക്കെ അല്പം ലജ്ജയോടെയല്ലാതെ ഈ 264 സ്റ്റാളുകൾക്ക് മുന്നിലൂടെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ ബാഹുല്യം ഞങ്ങൾ ഏതാണ്ട് ഇന്ന് ഇതിൻ്റെ കൃത്യമായ ഒരു കണക്കെടുപ്പ് നടത്തി. ഇതിൻ്റെ മെഷീൻ കൗണ്ട് വെച്ച് കണക്കാക്കിയാൽ തന്നെ 4,88,684 പേരാണ് ഈ പുസ്തകമേളയിൽ പങ്കെടുത്തായി ഇതിൻ്റെ മെഷീൻ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ അളവ് അനുസരിച്ച് നോക്കിയത്. അതായത് DFMD സംവിധാനത്തിലൂടെ എടുത്ത മെഷർമെൻറ്റ്. ഇത് കൂടാതെ സ്പീക്കർ ഗേറ്റിലൂടെ വന്ന ആളുകളുടെ കണക്കോ MLA ഹോസ്റ്റലിലൂടെ വന്ന ആളുകളുടെ കണക്കോ ഞങ്ങൾ എടുത്തിട്ടില്ല. ഇത് കണക്കിലല്ല കാര്യം, ഇതിലെല്ലാം നിങ്ങൾ സാക്ഷിയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുപോലെ ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം കഴിഞ്ഞ തവണ തന്നെ മുന്നോട്ട് വെച്ച അതേ ആശയം തന്നെ ആവർത്തിച്ചതാണ്. വായനയാണ് ലഹരി എന്നാണ് മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥികൾ അത് അതേപടി കഴിഞ്ഞ തവണ സ്വീകരിക്കുകയുണ്ടായി. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഊർജം. ഇത്തവണയും അതേ ആശയം മുന്നോട്ട് വെച്ചു. എല്ലാവരും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും നല്ല പരിശ്രമം നടത്തി. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊന്നും ഇവിടെ ഒരു കമ്മിറ്റിക്കാരോ കമ്മിറ്റി പ്രവർത്തകരോ നിയമസഭയിലെ ഏതെങ്കിലും ജീവനക്കാരനോ പറയില്ല. ഈ വിജയത്തിൻ്റെ പിന്നിൽ ഒരാളുടെയും പ്രവർത്തനമല്ല, ഒറ്റക്കെട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്.
നാം അല്ലെങ്കിൽ നമ്മൾ എന്ന രീതിയിലായിരുന്നു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം. ഇവിടെ വരുന്ന പ്രസാധകർ കഴിഞ്ഞ തവണ 130 പ്രസാധകരായിരുന്നു. ഇത്തവണ അത് 264 സ്റ്റാളുകളിലേക്ക്, കഴിഞ്ഞ തവണ 130 സ്റ്റാളുകളായിരുന്നു, 88 പ്രസാധകരായിരുന്നു. ഇത്തവണ 160 പ്രസാധകർ, 260 സ്റ്റാളുകൾ. അത് കാണിക്കുന്നത് പ്രസാധകർക്ക് അത് കൂടുതൽ നല്ല രീതിയിൽ കഴിഞ്ഞ തവണ സ്വീകാര്യമായി എന്നുള്ളതാണ്. ഈ പുസ്തകമേളയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് പ്രസാധകരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ കണക്ക് സഹിതം പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെയിലല്ല, ബുക്ക് എക്സിബിഷനാണ്. വായനയാണ് ലഹരി എന്ന ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വച്ചത്. വിദ്യാർത്ഥികളാണ് ഇത് ഏറ്റെടുത്തത്. വിദ്യാർത്ഥികൾക്കാണ് ഈ മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. അവർക്കാണ് ഈ പുസ്തകം കാണേണ്ടത്. അവരാണ് ഈ പുസ്തകങ്ങൾ കണ്ടു പോകുന്നത്. അവർക്ക് ഈ പുസ്തകം കാണുക, പരിചയപ്പെടുക എന്നുള്ളതാണ്. ഈ എക്സിബിഷനിലൂടെ ഇത്രയേറെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന് അവർക്ക് ബോധ്യം വരുന്ന ഒരു നിമിഷമാണത്. അതുപോലെ തന്നെ ഇത്രയേറെ പുസ്തക പ്രസാധകർ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന അത്ഭുതം, അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതാണ് ഇതുകൊണ്ട് എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഇട്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ സെയിൽസ് നടത്താൻ സാധിക്കില്ല. അതുപോലെ പ്രസാധകർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സൗകര്യമെന്ന് പറഞ്ഞാൽ 230 പുസ്തകങ്ങളാണ് പുതിയതായി ഈ മേളയിൽ 7 ദിവസം കൊണ്ട് പ്രകാശനം ചെയ്തത്. ഇത് പ്രസാധകർക്ക് ചെയ്തു കൊടുത്ത വലിയ ഒരു സൗകര്യമായിരുന്നു. ഓരോ പ്രസാധകനോടും ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യണം. അവർ തന്ന കണക്കനുസരിച്ച് എല്ലാ പ്രസാധകർക്കും ഒരാൾക്ക് പോലും അവസരം നിഷേധിച്ചിട്ടില്ല. എല്ലാ പ്രസാധകർക്കും ഞങ്ങൾ പുസ്തക പ്രകാശനത്തിലുള്ള അവസരം നൽകുകയുണ്ടായി. ഇതാണ് ഈ പ്രസാധകൻ ഒരു നല്ലൊരു ബെനിഫിഷ്യറി ആയിട്ട് മാറുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രസാധകൻ മുന്നോട്ട് വെച്ച 30 പുസ്തക ചർച്ച ഞങ്ങൾ നിർദ്ദേശമല്ല, പ്രസാധകർ നിർദ്ദേശിച്ച 30 പുസ്തക ചർച്ച ഇവിടെ നടന്നു. അതിലുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കി കൊടുത്തു. ഇതിന് പ്രത്യേക ഫീസോ ചാർജോ എവിടെയും വാങ്ങിയിട്ടില്ല. അപ്പോൾ പ്രസാധകർക്കെല്ലാം അതിൻ്റെ ഗുണം ലഭിച്ചു. കേരളത്തിലെ മറ്റൊരു ഗവൺമെൻറ് സംവിധാനത്തിൽ ചെയ്യുന്നതാണ് കൃതി ബുക്ക് ഫെസ്റ്റിവൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വാടക എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പകുതി പോലും വാടക ഇവിടെ വാങ്ങിയിട്ടില്ല. അങ്ങനെയും അവർക്ക് നല്ല രീതിയിൽ ഗുണം ലഭിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് പ്രസാധകരാണ് എന്ന് പറയാൻ കണക്കുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പുസ്തകോത്സവം വിജയിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. സ്വാഗത പ്രാസംഗികൻ നന്ദി കൂടെ പറയേണ്ട ഒരവസ്ഥ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. സമാപന സമ്മേളനത്തിലേക്ക് ഇന്ന് അധ്യക്ഷനായി എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറാണ്. അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ ഈ പുസ്തകമേളയിലുണ്ടായിരുന്നു. പുസ്തകങ്ങൾ വാങ്ങിച്ചു, ഒട്ടേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു, പൂർണ്ണമായും നല്ല തോതിൽ സഹകരിച്ചു. സാറിനെ ഞാൻ ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറാണ്. നിങ്ങൾക്കാർക്കും ഞാനിതിൻ്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതില്ല. അദ്ദേഹം ചാർജ് എടുത്തതിൻ്റെ ഒപ്പം ഏതാണ്ട് ഒരു മാസ വ്യത്യാസത്തിൽ ഞാനും ചാർജ് എടുത്തു. ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയ ഭാഗ്യമാണ് 2 ബുക്ക് ഫെസ്റ്റിവൽ നടത്തുക എന്നുള്ളത്. അതിൻ്റെ ഒരു മുന്നിൽ നിന്ന് നയിച്ച ആ തേരാളി ഏതായാലും നല്ല രീതിയിൽ അത് കൊണ്ടെത്തിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി കേരളം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെല്ലാവരും സ്മരിക്കും. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഡോക്ടർ ശശി തരൂർ MP,
അദ്ദേഹം നല്ലൊരു പ്രസംഗം ഇവിടെ കാഴ്ചവെച്ചു. സമയക്കുറവ് മാത്രമായിരുന്നു ഞങ്ങൾക്കും തോന്നിയത്. 2 മണിക്കൂർ കൊടുക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ അദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ ഇവിടെ വന്ന് വലിയ ജനക്കൂട്ടം സൃഷ്ടിക്കുകയും അതുപോലെ ബുക്ക് സൈനിങ് ഏരിയയിൽ നിൽക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിലുള്ള ഒരു ക്രൗഡ് പുള്ളിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് ഒഴിഞ്ഞ് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പുറത്തേക്ക് പോകാം. അത്തരം ഒരു സഹകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരം തരുന്നു. അദ്ദേഹത്തിന് ഈ ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു 31-ാം തീയതി വന്നിട്ട് അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നും കൂടെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇതിനകം 20ഓ 25ഓ പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞിട്ട് 1-2 പ്രകാശനം കൂടി കഴിഞ്ഞിട്ടേ അദ്ദേഹം പോകുള്ളൂ. അത് കഴിഞ്ഞ പുസ്തകങ്ങളും കുറച്ചുകൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോൾ നോക്കുമ്പോഴും ഒരു സഞ്ചി പുസ്തകം കയ്യിൽ കാണും. ഏതായാലും ഇത്രയേറെ ആവേശത്തോടു കൂടി പുസ്തകമേളയിൽ പങ്കെടുത്ത ഒരു മാന്യ അദ്ദേഹം ഉണ്ടാവില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടു കൂടി. ഈ സമ്മേളനത്തിലേക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഭാ സെക്രട്ടറിയിലെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബിയെ സ്വാഗതം ചെയ്യണം. അദ്ദേഹമാണ് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ തലപ്പത്ത് ഇതെല്ലാം നിയന്ത്രിച്ച് മറ്റുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്. അത് അദ്ദേഹത്തിൻ്റെ സൗമ്യമായ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തുകയും എല്ലാവരും അത് അനുസരിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി വിജയിപ്പിച്ചത് MLA-മാരാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ എല്ലാ MLA-മാരും അവരുടെ STF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ പുസ്തകം വാങ്ങുകയും അത് വൻ വിജയമാക്കുകയും ചെയ്തു. ഇത്തവണയും അവർ അതുമായിട്ട് സഹകരിച്ചു. MLA-മാരും മുൻ MLA-മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പബ്ലിഷേഴ്സ്, അവരുടെ സാന്നിധ്യം വളരെ മഹത്തരമായിരുന്നു. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വാച്ച് ആൻഡ് വാർഡ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ഞാൻ നേരത്തെ കാണിച്ച കണക്കുകൾ 650ഓളം സ്കൂളുകളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ വന്നത്. ഈ കുട്ടികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ പരിചരിച്ച് ഓരോ സ്ഥലത്തേക്കും കൃത്യമായി കടത്തിവിടുന്നതിനും അവർക്ക് ഒരു കുഴപ്പം സംഭവിക്കാത്ത രീതിയിൽ അതാത് സമയത്ത് കൃത്യമായ ദിശ കാണിച്ചു കൊടുക്കാനും അത് നന്നായി സഹായിച്ചു. വാച്ച് ആൻഡ് വാർഡിന് ഇതിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ പലരുണ്ട്. ഈ വേദിയിൽ പരിപാടികൾക്ക് പങ്കെടുക്കാൻ വന്നവരുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഇല്ലുമിനേഷൻ നടത്തിയ, നല്ല മനോഹരമായ ഇല്ലുമിനേഷൻ നടത്തിയ PWD വിഭാഗത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും, മറ്റ് സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജയ് ഹിന്ദ്. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ, ഇവിടെ ആശംസാ പ്രസംഗം നടത്താൻ എത്തുകയും അതുപോലെ തന്നെ നേരത്തെ നല്ല പ്രഭാഷണം നടത്തുകയും ചെയ്ത ഡോക്ടർ ശശി തരൂർ MP, ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, നിയമസഭാ സെക്രട്ടറി ശ്രീ AM ഷംസീർ, ശ്രീ AM ബഷീർ. ഷംസീറിനും ബഷീറും മാറി മാറി പലപ്പോഴും പോകാറുണ്ട്. ഇവിടെ സന്ദേശം നൽകുന്ന ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർള, ഷാജി സി ബേബി, സ്നേഹം നിറഞ്ഞ നിയമസഭാ സാമാജികർ, അതുപോലെ തന്നെ ഈ സമാപന ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് സമാപിക്കുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ പിറവിയിൽ ഓരോ മനുഷ്യനും 3 ശക്തി അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചിന്താശക്തി, 2 ക്രിയാശക്തി, 3
ജ്ഞാനശക്തി. ഈ 3 ശക്തിയും ഓരോ മനുഷ്യനിലുമുണ്ട്. ചിന്താശക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ചിന്തകൾ, സ്വപ്നങ്ങൾ എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കും, അതിനെന്താണ് വഴി എന്നുള്ളതാണ് ക്രിയാശക്തി എന്ന് പറയുന്നത്. പ്രവർത്തിക്കാനുള്ള ആർജവം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും ആ മനുഷ്യനിലെ ജ്ഞാനശക്തി ഉണ്ടാവണം, അറിവുണ്ടാകണം. ആ അറിവ് നമുക്ക് പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കും. ആ അറിവാണ്, ആ ജ്ഞാനമാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത്. ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു മനുഷ്യൻ്റെ സമൂഹത്തെ ആകെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം അറിവാണ്, ജ്ഞാനമാണ് എന്ന ചിന്ത നമ്മളിലെല്ലാം ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടം ഇൻഫർമേഷൻ ടെക്നോളജിയുടേതാണ്. കുറച്ചുകൂടെ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്, AI യുഗമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പക്ഷേ ഈ മനുഷ്യനെ അറിയാനും സമൂഹത്തെ അറിയാനും ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനമുള്ള, ഏറ്റവും ശക്തിയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ബ്രെയിൻ ഏറ്റവും പ്രധാനമാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ചന്ദ്രനിലേക്കുള്ള ദൂരം ഇത്ര വേഗം മാറുമെന്ന് നമ്മൾ ധരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചു. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ആദിത്യ-1 വിക്ഷേപിച്ചു. അടുത്തത് ചൊവ്വയെക്കുറിച്ചാണ്. അത്രമാത്രം മനുഷ്യൻ, അവൻ്റെ ബ്രെയിൻ, അവൻ്റെ തലച്ചോറ് വളരെ വലുതായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നിയമനിർമ്മാണ സഭ തീർച്ചയായും ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട ഒന്നാണ് നിയമനിർമ്മാണ സഭയും പാർലമെൻറ്റും. അപ്പോൾ അത്തരം സഭകൾ നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യത്തെയും സംരക്ഷിക്കേണ്ടുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതല കൂടി നമ്മൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണിവിടെ പ്രഭാഷണത്തിലൂടെ നിങ്ങളെല്ലാം കേട്ടതും ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിച്ചതും. അത്തരം ഘട്ടങ്ങളിൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രന്ഥശാലകൾ, അതുപോലെ തന്നെ സഹകരണ മേഖലകൾ. അവയെല്ലാം സംരക്ഷിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ എല്ലാം ബാധ്യതയും കടമയും കർത്തവ്യവുമാണ്. പക്ഷേ അത്തരം വേദികളെ ബോധപൂർവമായി പിടിമുറുക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള പരിശ്രമം നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ഒരു തലമുറയുടെ ബാധ്യത എന്നുള്ള നിലയിൽ ആ ആവശ്യകത നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭ ഈ പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ഇവിടെ നിയമസഭാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഒന്നാമത്തെ പുസ്തകോത്സവത്തിൻ്റെ ആ വിജയമാണ് ഇത്തരത്തിൽ രണ്ടാമതും ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാനായി തീരുമാനമെടുത്തത്. ഏതാണ്ട് 230ഓളം പുതിയ എഴുത്തുകാർ. അതൊരു ചെറിയ കാര്യമല്ല. വായന മരിക്കുന്നില്ല. പുതിയ പുതിയ എഴുത്തുകാർ കടന്നു വരുന്നു. അക്ഷരമാണ് നമ്മുടെ ശക്തി, അക്ഷരമാണ് നമ്മുടെ അറിവ്,
അക്ഷരമാണ് നമ്മുടെ വെളിച്ചം. അതുകൊണ്ട് തന്നെ ആ പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്നുള്ളത് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. ഇത്തവണത്തെ ഒരു പ്രത്യേകത, അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നമ്മൾ രണ്ടാം ഘട്ടം ആലോചിക്കുമ്പോൾ ഇത്തവണ കേരളീയം പരിപാടിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ പുസ്തകോത്സവം വായന ഒരു ലഹരി എന്ന സ്ലോഗനിലൂടെ ഇവിടെ ശ്രദ്ധേയമായ നിലയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ഓരോ വ്യക്തിയെയും മാറ്റിമറിക്കുന്നതിൽ ലോകത്താകെയുള്ള എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സംവദിക്കാനും പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാനും, നമുക്കറിയാം ഇന്ന് ചോദ്യം ചോദിക്കാൻ നമുക്ക് അവകാശമില്ലാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ കേട്ടുകൊള്ളണം, അനുസരിച്ചുകൊള്ളണം എന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് പരസ്പരം ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് സംവദിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ഈ പുസ്തകോത്സവം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, നമുക്ക് ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാം അതിജീവിക്കുന്നുണ്ട്. അത്തരം ഘട്ടത്തിലാണ് പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും പുതിയ എഴുത്തുകാരെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വായന മരിക്കുന്നില്ല, കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് ഈ പുസ്തകോത്സവം 1 മുതൽ 7 വരെ നടത്തിയപ്പോൾ നമുക്കിത് ബോധ്യമായിട്ടുള്ളത്. ഞാൻ ദീർഘിക്കുന്നില്ല. നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി വർത്തമാനം പറയാനും സ്വതന്ത്രമായി എഴുതാനും കഴിയുന്ന സാഹചര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശം നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടന നിലനിൽപ്പുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയും അത് എല്ലാ മനുഷ്യനും ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ ചിന്തിക്കാനും നമ്മുടെ മസ്തിഷ്കത്തെ പോലും ബലാത്കാരമായി പിടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി എഴുതാനും സ്വതന്ത്രമായി അഭിപ്രായം പറയാനും കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കുക എന്ന ലക്ഷ്യമാണ് തീർച്ചയായും നമ്മൾ ഈ പുസ്തകോത്സവത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഇവിടെ ഒരുപാട് പ്രമുഖർ ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നോബൽസ് പുരസ്കാര ജേതാവായ കൈലാസ് സത്യാർത്ഥി അടക്കം നിരവധിയായിട്ടുള്ള എഴുത്തുകാർ, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂർ അടക്കമുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ സംബന്ധിച്ചു എന്നുള്ളതും ഈ പുസ്തകോത്സവത്തിൻ്റെ വലിയ ഒരു വിജയമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, യുവതികൾ, സ്ത്രീകൾ, അമ്മമാർ, നിരവധി ആളുകൾ, ഒരുപാട് മനുഷ്യർ ഈ പുസ്തകോത്സവത്തിൽ പങ്കാളികളാകാൻ, അതിൽ കാണാൻ, പുസ്തകം വാങ്ങിക്കാൻ, ഇവിടെ നടന്ന വിവിധ സംവാദങ്ങളിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ എത്തി എന്നുള്ളതും ഈ പുസ്തകോത്സവത്തിൻ്റെ വലിയ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ഈ പുസ്തകോത്സവം നിരവധിയായിട്ടുള്ള എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വിവിധ ചാനൽ ചർച്ചകൾ, കവിയരങ്ങ്, അതുപോലെ തന്നെ നാടൻ കലാമേളകൾ, അതുപോലെ തന്നെ വിവിധ പരിപാടികളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു ജനകീയ ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ പുസ്തകോത്സവം എന്തായാലും അതിൻ്റെ 3ാം ഘട്ടം ഗംഭീരമാക്കി ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലെല്ലാം നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ, നിയമസഭാ ജീവനക്കാർ, MLAമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അവരെല്ലാം പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥി ട്രിവാൻഡ്രം MP ശ്രീ ശശി തരൂർ, ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്,
സെക്രട്ടറി എം ബഷീർ, സ്പെഷ്യൽ സെക്രട്ടറി എം ഷാജി ബേബി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, KLIBFൻ്റെ സെക്കൻഡ് എഡിഷൻ ഇന്നിവിടെ സമാപിക്കുകയാണ്. KLIBFൻ്റെ ഫസ്റ്റ് എഡിഷൻ സമ്പൂർണ്ണ വിജയമായിരുന്നു. അതുപോലെ സെക്കൻഡ് എഡിഷനും സമ്പൂർണ്ണ വിജയമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനാദ്യമായി ഞങ്ങളെ പിന്തുണച്ച മാധ്യമങ്ങളെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുഴുവൻ ജീവനക്കാരെയും കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. KLIBFൻ്റെ സെക്കൻഡ് എഡിഷൻ അവസാനിക്കുമ്പം നിയമസഭയുടെ സെക്രട്ടറിയോട് സൂചിപ്പിച്ചു എത്ര ആളുകൾ എത്തി എന്നുള്ളത്. 5 ലക്ഷത്തിലേറെ ആളുകൾ കേരളത്തിൻ്റെ പുസ്തകോത്സവം സന്ദർശിക്കാനും നിയമസഭ കാണാനും എത്തി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമായി ഞങ്ങൾ കാണുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എല്ലാവരും അടങ്ങിയ സദസ്സായിരുന്നു എന്നുള്ളതാണ്. ആ ചടങ്ങിൽ വെച്ചാണ് നിയമസഭയുടെ പുരസ്കാരം ഇത്തവണ ഞങ്ങൾ പ്രഖ്യാപിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർക്കായിരുന്നു. അവസാന നിമിഷം വരെ അദ്ദേഹം വരും എന്നറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്കറിയാം. ഏത് സമയവും അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു. പക്ഷേ അവസാന നിമിഷം വരെ അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഓൺലൈനിലൂടെ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരമാണ്. ഒന്നാമത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ T. പത്മനാഭനായിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നെന്ന് ഏറ്റുവാങ്ങിയിരുന്നു. ഒന്നാം പുസ്തകോത്സവത്തിൽ നിന്ന് രണ്ടാം പുസ്തകോത്സവത്തിലേക്ക് എത്തുമ്പം സ്റ്റാളുകളുടെ എണ്ണം കൂടി, പ്രസാധകരുടെ എണ്ണം വർദ്ധിച്ചു. 163 പ്രസാധകർ അക്രോസ് ഇന്ത്യ, 282 സ്റ്റാളുകൾ നിയമസഭയ്ക്ക് ചുറ്റും ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിയമസഭയുടെ പ്രത്യേകത ഇങ്ങനൊരു പ്രമൈസിസ് എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ മനോഹരമായ ഒരു സൗകര്യം ഒരുക്കാൻ സാധിക്കുന്ന സ്ഥലം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആളുകൾ സ്റ്റാൾ ഒരുക്കാനും നിയമസഭ കാണാനും പുസ്തകം വാങ്ങിക്കാനും നിയമസഭ സന്ദർശിക്കാനും തയ്യാറായത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൗതുകത്തോടെയാണ് വന്നത്. അവർ പുസ്തകം വാങ്ങിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞങ്ങളെ നാടിനെ ഭരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന ഒരു സഭയിൽ ഞങ്ങൾക്ക് കയറാൻ സാധിക്കുന്നു, അത് കാണാൻ സാധിക്കുന്നു. വിദ്യാർത്ഥിയായിരിക്കും എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ എൻ്റെ തലമുറയിൽപ്പെട്ടവർ ആർക്കും എത്ര പേർക്ക് കാണാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ്. ഇത്തവണത്തെ പ്രത്യേകത നിയമസഭയുടെ പുതിയ കോംപ്ലക്സ് പണിത് 25 വർഷം തികയുന്ന ഘട്ടമാണ്. 25 വർഷം തികയുന്നതിൻ്റെ വാർഷികം ആഘോഷിച്ചത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ പങ്കെടുത്തുകൊണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ മാതൃകാ നിയമസഭ സംഘടിപ്പിച്ചു. മാതൃകാ നിയമസഭക്കകത്ത് ഒരു ദിവസം ഇരിക്കാൻ സാധിച്ച ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 14ാമത് കേരള നിയമസഭയിൽ ഒരു ദിവസം അവിടെ ചേരാൻ തീരുമാനിച്ചപ്പോഴാണ്. ആ നിയമസഭക്കകത്ത് വിദ്യാർത്ഥികൾ മോഡൽ അസംബ്ലിക്കകത്ത് പങ്കെടുത്തു. മുഖ്യമന്ത്രിയായി വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവായി വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, മന്ത്രിമാരായി വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഒരല്പസമയം അവരുടെ പ്രൊസീഡിങ്സ് വാച്ച് ചെയ്തപ്പം എത്ര സമർത്ഥമായാണ് കുട്ടികൾ ഉത്തരം പറഞ്ഞത്, എത്ര സമർത്ഥമാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചത്, എത്ര സമർത്ഥമായാണ് 0 അവറിൽ അവർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ പ്രാപ്തരായ കുട്ടികൾ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ മോഡൽ അസംബ്ലി കൊണ്ട് സാധിച്ചു എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ കുട്ടികൾക്ക് മ്യൂസിയം കാണാൻ ഗതാഗത വകുപ്പ് സൗകര്യം ചെയ്തു തന്നു. നഗരം ചുറ്റിക്കാൻ ഡബിൾ ഡെക്കർ ബസ്, അതിന് ബഹുമാനപ്പെട്ട ആന്റണി രാജു മന്ത്രിയോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായമുണ്ടായിരുന്നു, അതിന് ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മിനിസ്റ്ററോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നേപ്പിയർ മ്യൂസിയം കാണാൻ, മൃഗശാല കാണാൻ, നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണാൻ, താളിയോല മ്യൂസിയം കാണാൻ, ഇങ്ങനെ എല്ലാ തരത്തിലും സന്ദർശനം നടത്താൻ സാധിക്കുന്ന സാഹചര്യം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തവണത്തെ പുസ്തകോത്സവത്തിൻ്റെ പ്രത്യേകത, പോയ വർഷം പലരും CSR ഫണ്ടുണ്ട്, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്,
ആ CSR ഫണ്ടിനെ പരമാവധി ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഒരു ലെജിസ്ലേച്ചർ ആകുമ്പം ലെജിസ്ലേച്ചറോട് സഹകരിക്കുന്നവരാണ് എല്ലാ ആളുകളും. പരിമിതികളുണ്ടെങ്കിലും അവർ നല്ലപോലെ സഹകരിച്ചു. പോയ വർഷം CSR ഫണ്ടിലൂടെ 19 ലക്ഷത്തിൻ്റെ കൂപ്പണായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ 38 ലക്ഷം രൂപയുടെ കൂപ്പൺ ഞങ്ങൾക്ക് വരാനും കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കാനും സാധിക്കുന്ന സാഹചര്യം ഞങ്ങൾ സാധിച്ചു. അതിന് ആ കമ്മിറ്റിയോട് ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിയമസഭാ സാമാജികരുടെ ഇവിടെ നടക്കുന്ന പ്രചരണം എന്താ? പുസ്തകം സെയിലാണ്. ഞാൻ ചോദിക്കുന്നത് 5 കോടി രൂപയുടെ സെയിൽ ഞങ്ങൾ അൻഷൂർ ചെയ്യുന്നു. 5 കോടി രൂപയുടെ സെയിൽ ഓഫർ ചെയ്യുന്ന, എൻഷൂർ ചെയ്യുന്ന വേറെ ഏത് പുസ്തകമേളയുണ്ട്? ഈ പുസ്തകോത്സവത്തിലെ ചെറിയ ന്യൂനതകൾ കണ്ടെത്തി പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ഇതാ പുസ്തകോത്സവത്തിൽ വിൽപ്പനയില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, 5 കോടി രൂപ എൻഷൂർ ചെയ്യാൻ സാധിക്കുന്ന വേറെ ഏത് പുസ്തകോത്സവമുണ്ട് ഈ രാജ്യത്ത്? ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ സാധിക്കും, 5 കോടി രൂപയുടെ സെയിൽ നിയമസഭയ്ക്ക് തന്നെ ഒരുക്കാൻ സാധിക്കും. അപ്പം നടക്കുന്ന പ്രചരണം എന്താ? ചില പ്രസാധകരുടെ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ ഒരു ലെജിസ്ലേച്ചറിനെ കുറ്റം പറയാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു തീരുമാനവും ആരും എടുത്തില്ല. MLA ഞങ്ങൾ ചോദിച്ചു, അങ്ങനെ ഉണ്ടോ നിങ്ങൾക്കാരോടെങ്കിലും പ്രത്യേക മമത? അപ്പം ഈ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ വിജയത്തിൽ വിറളി പൂണ്ടവർ ചില കുറ്റങ്ങൾ കണ്ടെത്തി ഇതിനാസൂത്രിതമായി കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലെജിസ്ലേച്ചറോട് ചെയ്യുന്ന നീതികേടാണ്. അത്തരത്തിലൊരു നീക്കവും ഒരു MLAയും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇവിടെ ഇനിയും അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നും KLIBFൻ്റെ 3rd എഡിഷനിലേക്ക് പോകുമ്പം അത് ഉയർത്താൻ ആവശ്യമായ ഇടപെടൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗത്തുനിന്ന് കൂട്ടായി ഉണ്ടാകും. അടുത്ത വർഷത്തേക്ക് പോകുമ്പം ഈ വിലയേക്കാൾ അതിൻ്റെ ഇരട്ടിയാക്കാനുള്ള ശ്രമം ഞങ്ങൾ ഉറപ്പുവരുത്തും എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്തവണത്തെ പ്രത്യേകത, കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാന സർക്കാർ ഏതാണ്ട് കേരളീയം എന്ന പേരിൽ ഒരു വലിയ കേരളത്തെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഇവൻ്റ് തൊട്ടപ്പുറത്ത് നടക്കുകയാണ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊരു പ്രയോഗമുണ്ട്. അതും ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രം കേന്ദ്രീകരിച്ചിരുന്ന, വായനയോട് സ്നേഹമുള്ളവർ മാത്രം വന്നിരുന്ന പുസ്തകോത്സവത്തെ കാസർഗോഡ് നിന്നും ഇങ്ങ് തിരുവനന്തപുരത്തെ പാറശാല വരെയുള്ള ജനങ്ങളെ പുസ്തകോത്സവത്തിൽ എത്തിക്കാൻ കേരളീയം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് കേരളീയം നടത്തിയിട്ടുള്ള അവർ പല ആളുകളും കേരളീയത്തിൻ്റെ വാർത്ത കണ്ടപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ച് വന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ഇവിടെയും കയറി കളയാം, അതിൻ്റെ ഭാഗമായി ഇവിടേക്ക് വന്നു എന്നാണ് ഈ കഴിഞ്ഞ 8 ദിവസമായി ഇതിൻ്റെ പ്രവർത്തനം വീക്ഷിക്കുന്ന ഒരാളെന്നല്ല എനിക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. പുസ്തകോത്സവത്തിൽ പ്രമുഖരായ ഒരുപാട് പേർ, പേരുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് പേർ, ചെറുതും വലുതുമായ ഒരുപാട് പേർ, ഞങ്ങൾ കണക്ക് പരിശോധിച്ചപ്പം 1200-ലേറെ ചെറുതും വലുതുമായ ഗസ്റ്റുകൾ പല വേദികളിലും പങ്കെടുത്തു. ഞങ്ങളുടെ ഡയറക്റ്റ് ഗസ്റ്റുകളായി, ഒപ്പം പബ്ലിഷേഴ്സിൻ്റെ ഗസ്റ്റുകളായി 1200-ലേറെ പേർ ഈ ദിവസങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായി ഞങ്ങൾ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്ത ഘട്ടങ്ങളിൽ അക്ഷരശ്ലോക മത്സരം, സർവകലാശാല വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ക്വിസ് പ്രോഗ്രാമുകൾ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. സ്കൂളുകൾ നല്ലതുപോലെ സഹകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയോട് സ്കൂളുകൾക്ക് വരാൻ ആവശ്യമായ ഒരു മാർഗനിർദ്ദേശം നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം തുറന്ന മനസ്സോടെ കേരളത്തിലെ സ്കൂളുകളോട് നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ ഈ പറഞ്ഞ വായനയാണ് ലഹരി എന്ന ക്യാമ്പയിനുമായി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെല്ലാം സഹകരിക്കാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം സഹകരിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായി സ്കൂളുകളും നല്ലതുപോലെ ഇതുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ട കാര്യം, 207 പുസ്തകങ്ങൾ പ്രസാധനം ചെയ്തു. ഇതൊരു പ്രിവിലേജ് ഹൗസാണ്. ഇവിടേക്ക് തള്ളായിരുന്നു. ഞാൻ പറഞ്ഞു സ്പീക്കർ ഞാനാണ്, പക്ഷേ തീരുമാനമെടുക്കുന്നത് കളക്റ്റീവാണ്. എനിക്ക് മാത്രം നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നില്ല, മറിച്ച് ഇതിനൊരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയാണ് ഏതെല്ലാം പുസ്തകങ്ങൾ ഇവിടെ വെച്ച് പ്രസാധനം ചെയ്യണം. കാരണം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, പ്രിവിലേജ്ഡ് പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പുസ്തകമെന്ന് പ്രകാശനം ചെയ്യണമെന്ന കാര്യം ഞങ്ങളൊരു മീറ്റിങ്ങിനകത്ത് പറഞ്ഞപ്പം അതും പത്രവാർത്തയാക്കി. ഇതാ ഇവിടെ പ്രസാധനം ചെയ്യാൻ വിടുന്നില്ല. എന്നാൽ 207 പുസ്തകങ്ങളാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെച്ച് പ്രസാധനം ചെയ്തത്. അവരെല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ ഒരു വേദിയിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പോലുള്ള ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭക്കകത്ത് വെച്ച്
ഞങ്ങളുടെ പുസ്തകം പ്രസാദനം ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾക്കൊരു പ്രിവിലേജായി കാണുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളോട് വ്യക്തിപരമായി നന്ദി പറഞ്ഞ നിരവധി എഴുത്തുകാരുണ്ട്. ഇവിടെ വെച്ച് 207-ലേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ സാധിച്ചു KLIBF-ൻ്റെ സെക്കൻഡ് എഡീഷൻ്റെ ഭാഗമായി. ഡയലോഗ് വിത്ത് ഓഥറുമായുള്ള സംസാരം, ഇവിടെ ഏതാണ്ട് 11 ഡിസ്കഷൻസാണ് ഇതിൻ്റെ ഭാഗമായി നടന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പം നല്ല വിജയമായി ഇത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അതോടൊപ്പം പറയാനുള്ള കാര്യം, ഇന്നൊരു പ്രധാനപ്പെട്ട ചാനലിൽ ഒരു വാർത്ത ഞാൻ കണ്ടു. ആ വാർത്ത തിരുവനന്തപുരത്തെ 80 വയസ്സുള്ള താമരാക്ഷി അമ്മയുടെ വാർത്തയാണ്. താമരാക്ഷി അമ്മ പ്രായം ചെന്ന സ്ത്രീയാണ്. അവരുടെ ചെറുമകളുമായി നിയമസഭ കയറി വരികയാണ്. അവർ പറഞ്ഞു അവർ അക്ഷരവും വായിക്കാൻ അറിയുന്ന ആളല്ല. 90കളുടെ തുടക്കത്തിൽ ആരംഭിച്ച ലിറ്ററസി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സാക്ഷരതാ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എഴുതാനും വായിക്കാനും പഠിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ച് സാക്ഷരത, എനിക്ക് 30 വർഷമായിട്ടുള്ളൂ എഴുതാനും വായിക്കാനും പറഞ്ഞിട്ട്. ഞാനിപ്പോൾ രാമായണം വായിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ചാനൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഒന്ന് സ്പീക്കറെ കാണണം. ചോദിച്ചു എന്തിനാ? ഒന്ന് സ്പീക്കറെ കാണാനാ. അവരെന്നോട് പറഞ്ഞത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭീമൻ ഗേറ്റ് കൊണ്ട് പുറത്തു നിന്ന് നോക്കിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. താമരാക്ഷി അമ്മയെ പോലുള്ള ആളുകൾ. താമരാക്ഷി അമ്മയെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് യഥേഷ്ടം കടന്നു വരാനും ഞങ്ങളെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന നിയമനിർമ്മാണ സഭയ്ക്കകത്ത് വരാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അംഗീകാരമായി കാണുന്നത് താമരാക്ഷി അമ്മമാരുടെ സർട്ടിഫിക്കറ്റാണ്. അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, പല്ലുകളില്ല സ്ത്രീക്ക്, പക്ഷേ അവർ മോണ കാണിച്ച് ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കിതിനകത്ത് വരാൻ കഴിഞ്ഞു. ഇതുപോലെ എത്ര പേർ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് വരണമെങ്കിൽ 4 ഫോണാ. നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതികൾ ഇരിക്കുന്ന നിയമനിർമ്മാണ സഭയ്ക്കകത്ത് പ്രവേശിക്കാൻ എന്തെല്ലാം പ്രയാസങ്ങളാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് യഥേഷ്ടം എപ്പോഴും പറ്റുന്നതല്ല, കരുത് ഹൈലി സ്റ്റെറൈൽ ഏറിയ. പക്ഷേ ഈ 7 ദിവസം നിങ്ങൾക്ക് യഥേഷ്ടം വരാനും നിങ്ങൾക്ക് നിങ്ങളുടെ നിയമനിർമ്മാണ സഭയെ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും സാധിച്ചു എന്നുള്ളത് KLIBF-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് KLIBF-ൻ്റെ സെക്കൻഡ് എഡീഷൻ വൻ വിജയമായി തീരുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസം എന്ന് മാത്രമല്ല, ഇതൊരു കളക്റ്റീവ് എഫേർട്ടിൻ്റെ വിജയമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഒരു സംഭവം വിജയിക്കില്ല. ഒബാമയോട് ചോദിച്ചു എന്താണ്? യെസ് വി ക്യാൻ. ഞങ്ങൾ ഒന്നിച്ചിരുന്നാൽ, നിയമസഭക്കകത്തുള്ള ചെറുതു മുതൽ വലിയ പദവികൾ അലങ്കരിക്കുന്നവർ വരെ ഒന്നിച്ചിരുന്നപ്പോൾ ഇത് വൻ വിജയമായി മാറി എന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, ഈ സംരംഭവുമായി സഹകരിച്ച എല്ലാവരും, നിയമസഭാ അംഗങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, വിവിധ സെഷനുകളായി ഞങ്ങൾ ക്ഷണിച്ചപ്പം തിരക്ക് മാറ്റിവെച്ച് സമയം ക്രമീകരിച്ച് എല്ലാ മന്ത്രിമാരും പങ്കെടുത്തു. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഞങ്ങളെപ്പോലെ തന്നെ ഇത് ഞങ്ങളുടെ ഭാഗമാണെന്ന് കരുതി എല്ലാ ദിവസവും ഇവിടെ പങ്കെടുത്തു. ഡെപ്യൂട്ടി സ്പീക്കർ ഇതിൻ്റെ ഭാഗമാണ്. നിയമസഭാ സാമാജികർ അവരെല്ലാം ഇവിടെ വന്നു. ഒപ്പം പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടുത്തെ ചീഫ് വാർഡന്മാരെ കുറിച്ചാണ്, വാച്ചൻ വാർഡിനെ കുറിച്ചാണ്. ഒരു പ്രശ്നവുമില്ല. സാധാരണ എന്തെങ്കിലും സംഭവം ഒരു വലിയ നടന്ന എന്തെങ്കിലും ഒരു മാന്തലും അടിയും ഉണ്ടാവും. ഒരു സംഭവമില്ലാതെ, ഒരാൾക്കും പരാതിയില്ലാതെ വാച്ചൻ വാർഡ് സുരക്ഷ ഒരുക്കി. ഒരു സംഭവമില്ലാതെ ഫയർഫോഴ്സ് ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി. PWD അതുപോലെ ഇവിടുത്തെ എല്ലാ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ, ഗാർഡൻ സ്റ്റാഫ് ഉൾപ്പെടെ ഏതെല്ലാം വിഭാഗമുണ്ടോ അവരെല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ KLIBF-ൻ്റെ സെക്കൻഡ് എഡീഷൻ ഞങ്ങളുടെതാണ് തിരിച്ചറിഞ്ഞ് അത് വിജയിപ്പിക്കാൻ ആവശ്യമായ പിന്തുണയും പിൻബലവും നൽകി. അതുകൊണ്ടാണ് KLIBF സെക്കൻഡ് എഡീഷൻ വൻ വിജയമായി മാറിയതും എന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് ടോക്കിനകത്തും സെഷനകത്തും പങ്കെടുത്തു. ഉപനേതാവ് പങ്കെടുത്തു, ഞങ്ങൾക്ക് പിൻബലം നൽകി, പിന്തുണ നൽകി. പ്രതിപക്ഷത്തുള്ള MLA-മാർ വന്നു, ഭരണപക്ഷത്തുള്ള എല്ലാ MLA-മാരും, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ MLA-മാരും മുൻ MLA-മാരും അവരെല്ലാം ഞങ്ങളുടെ സഭ നടത്തുന്ന പരിപാടിയെ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ഭാഗമായി മാറി. അതോടൊപ്പം നിയമസഭാ ക്യാൻറ്റീനിലെ ജീവനക്കാർ, കോഫി ഹൗസിൻ്റെ ജീവനക്കാർ, ഇവിടെ കടന്നു വരുന്ന ഒരാളും ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടരുത്, വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടരുത്, അവർക്കെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളോട് സഹകരിച്ചു. അതിൻ്റെ ഭാഗമാണ് ഈ സംരംഭം വൻ വിജയമാക്കാൻ സാധിച്ചതെന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളിവിടെ പറയുന്നു KLIBF-ൻ്റെ തേർഡ് എഡീഷൻ, KLIBF-ൻ്റെ തേർഡ് എഡീഷൻ, KLIBF-ൻ്റെ സെക്കൻഡ് എഡീഷനകത്ത് ന്യൂനതകളുണ്ടോ? ഞങ്ങളിരിക്കും, പരിശോധിക്കും, ചർച്ച ചെയ്യും. അതിനകത്തുള്ള ന്യൂനതകൾ എന്ത്,
ആ ന്യൂനതകൾ കൂടി പരിഹരിച്ച് KLIBF-ന്റെ 3rd എഡിഷൻ ഇതിനേക്കാൾ ഭംഗിയാക്കി നടത്താൻ ഞങ്ങൾ പരിശ്രമിക്കും എന്നാണ് ജനാവലിക്ക് മുമ്പാകെ നൽകാനുള്ള ഉറപ്പ്. അതിന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ശശി തരൂരിൻ്റെ സഹായം കൂടി. അദ്ദേഹം ഒരു ഗ്ലോബൽ ഫിഗറാണ്. ശശി തരൂർ എന്ന പേര് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി പറഞ്ഞാൽ ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയും പിൻബലവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു, ഒരു ഗ്ലോബൽ ഫിഗറായിട്ടുള്ള റൈറ്റേഴ്സിന് ഞങ്ങൾക്ക് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷോർട്ട് നോട്ടീസിനകത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് ഇപ്പം തന്നെ, ഇനി ഷോർട്ട് നോട്ടീസ് അല്ല, ബിഗ് നോട്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അടുത്ത 3rd എഡിഷൻ എത്തുമ്പം ആ 3rd എഡിഷനിൽ ലോകമറിയപ്പെടുന്ന എഴുത്തുകാരെയോ പേഴ്സണാലിറ്റീസിനെ എത്തിക്കാൻ ആവശ്യമായ സഹായം ഇത് നിങ്ങളുടെ കൂടി സഭയാണ് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ച് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി KLIBF-ന്റെ 2nd എഡിഷൻ്റെ വാലിഡിക്ടറി സെഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി സർ. KLIBF 2ാം പതിപ്പിന് ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർള നൽകിയ സന്ദേശം ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി വായിക്കുന്നതാണ്. Message. I am pleased to learn that the Kerala Legislative Assembly is hosting the 2nd edition of the Kerala Legislation International Book Festival 2023 from 1st November to 7th November 2023 at the Kerala Legislature Complex. Book festivals celebrate literature, promote authors, connect communities, and foster love of reading. It's truly an admirable endeavor on the part of the Kerala Legislative Assembly to host an international book festival within the Legislative Complex. Such a book festival possesses a potential to ignite a passion for reading and critical thinking among the younger generation, thus enriching the cultural and educational tapestry of the nation. I am sure that this book festival will offer an excellent platform for our public representatives, writers, scholars, and participating publishers to showcase their literary works and a wide array of books with the aim of promoting a reading culture among the public at large, contributing to the construction of a progressive society. I extend my heartfelt best wishes to the Honorable Speaker, Kerala Legislative Assembly, for his visionary initiative, and I wholeheartedly wish the book festival all success. Signature, Om Birla, Speaker, Lok Sabha. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശശി തരൂർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചിറ്റയം ഗോപകുമാർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ സ്പീക്കറുമായ ശ്രീ AN ഷംസീർ, വേദിയിരിക്കുന്ന ശ്രീ N ജയരാജ്, ശ്രീ ഷാജി S ബേബി, ശ്രീ MN ബഷീർ, സദസ്സിരിക്കുന്ന എല്ലാ അക്ഷരപ്രേമികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരിക്കൽ ദീർഘമായി പ്രസംഗിച്ച് കഴിഞ്ഞു, ഒരു 50 മിനിറ്റിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതോ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, എൻ്റെ അടുത്ത ചടങ്ങെന്ന് വിളി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ 2 കാര്യങ്ങൾ പ്രത്യേകിച്ചെന്ന് എൻ്റെ ആശംസ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഒന്ന്, ഇന്ന് ഞാൻ രാവിലെയും ഉച്ചയ്ക്കിലും നമ്മുടെ നിയമസഭയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നിയത്, നമ്മളുടെ നിയമസഭയുടെ പ്രമിസസിനെ ജനങ്ങൾക്ക് ഇങ്ങനെ തുറന്നിട്ട് കാണുമ്പോൾ ഓരോരോ ആൾക്കാർ, ഒരു കാലത്ത് കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മയിൽ ഷംസീർ ആദ്യത്തെ തവണ നിയമസഭയുടെ ലൈബ്രറിയെ തുറന്നു ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ സാഹിത്യ സമ്മേളനത്തിൻ്റെ വഴിക്ക് പല വിധത്തിൻ്റെ ആൾക്കാർക്ക് നമ്മുടെ നിയമസഭയുടെ അകത്ത് കയറാനും, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ജനപ്രതിനിധികളുടെ സ്ഥലമാണെങ്കിലും ജനങ്ങളല്ലേ അവരെ അയച്ചിരിക്കണം ഇവിടെ, അപ്പോൾ അവർ സ്ഥലം കാണാനും അതിലത്തെ ഒരു ഭാഗമാവാനും അതിലൊരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനും ഒരു അവസരം കൊടുത്തതിന് ഞാൻ എൻ്റെ അഭിനന്ദനം പറയുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ, കൺഗ്രാജുലേഷൻസ് ഷംസീർ. അത് ഒന്ന് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തത് ഓഫ് കോഴ്സ് സാഹിത്യത്തിൻ്റെ മഹത്വം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2003 or 2004 ഒരു പക്ഷേ 6 വരെ എന്തായാലും ഞാൻ ഹിന്ദുവിൽ ഒരു കോളം എഴുതുമ്പോൾ ഒരു കോളത്തിൽ എഴുതി, എന്താണ് ഇന്ത്യയിൽ ഇത്ര വലിയ രാജ്യമായിട്ട് ഒരൊറ്റ സാഹിത്യ സമ്മേളനം ഇല്ലാത്തത്. ഞാൻ ലോകം മുഴുവൻ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ലിറ്റററി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ലെമൻറ്റ് ചെയ്ത് എഴുതി. അത് കണ്ടിട്ട് അടുത്ത വർഷമാണ് ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആർട്ടിക്കിൾ ഒരു പക്ഷേ 6 or 7 ആയിരിക്കും. 2008 മുതൽ അവർ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ, ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാം വെച്ച് വലിയ ലിറ്റററി ഫെസ്റ്റിവലായി മാറി വന്ന ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവലായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ നഗരത്തിലും പിന്നെ ലിറ്റററി ഫെസ്റ്റിവൽസ് ഉണ്ട്. ആ കോൺസെപ്റ്റ് പിടിച്ചു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മുടെ ഷംസീർ പറഞ്ഞ പോലെ എഴുത്തുകാരെ കാണാൻ സാധിക്കും, പബ്ലിഷേഴ്സിനെ കാണാൻ സാധിക്കും, പല വിധത്തിൽ പുസ്തകങ്ങളുടെ പ്രകാശനം നടത്തും. നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദ്യം ചോദിക്കാനും അവരുടെ സിഗ്നേച്ചർ അവരുടെ പുസ്തകങ്ങൾ മേടിക്കാനും എല്ലാത്തിനും ഒരു അവസരമാണത്. അപ്പോൾ ഒരു സാഹിത്യ സമ്മേളനം പിന്നെ ഒരു അവസരമാണ് ജനങ്ങൾക്ക്. ആ വായന സ്വഭാവം നമ്മളുടെ കേരളത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറച്ചും കൂടി എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ
അത്യാവശ്യമായ ഒരു കാര്യമാണ് സാഹിത്യ സമ്മേളനം. ഞാൻ എപ്പോഴും ലെമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, വായിച്ച് വളരുമെന്ന് പറയുന്നത് എൻ്റെയും വിശ്വാസമാണ്. ഞാൻ വായിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തിൽ ഇന്ത്യയിൽ ടെലിവിഷനൊന്നും ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, നിൻറ്റെൻഡോ പിന്നെ പ്ലേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് ആരുടെയും പിന്നെ മനസ്സിൽ സ്വപ്നം കൂടി ആയിരുന്നില്ല. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ പിന്നെ എൻ്റർടൈൻമെൻറ്റും എഡ്യൂക്കേഷനും എസ്കേപ്പും എല്ലാം പുസ്തകം വഴി തന്നെയായിരുന്നു. അങ്ങനെയാണ് വായിച്ച് വളർന്നത്. ഈ കാലത്ത് കുട്ടികൾക്ക് അതെല്ലാം അവർ അനുഭവം, അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ആക്സസിബിളാണ്, അവർക്ക് പല വിധത്തിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ അവരെ വായിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യാൻ സാധിക്കും? നമ്മൾക്ക് പുതിയ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ ആവശ്യമുണ്ട്. പല കുട്ടികളും ഞാൻ കാണുന്നത്, എനിക്കൊരു ദുഃഖത്തോട് പറയുന്നൊരു കാര്യമാണ്, അവർ വിചാരം പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ സ്കൂൾ ൻ്റെ ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ടൂൾ ഓഫ് ദ സ്കൂൾ, അതാണ് അവരുടെ ഒരു വിശ്വാസം. എന്നിട്ട് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യുമ്പോൾ പുസ്തകം തുറക്കും, അല്ലെങ്കിൽ അവർ കളിക്കലോ കമ്പ്യൂട്ടറിൽ കയറലോ മാത്രമേ അവർക്കുള്ളൂ. അതിനെ നമുക്ക് മാറ്റി കിട്ടുന്നുണ്ടെങ്കിൽ പുസ്തകം വഴിക്ക് ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവുക, പുസ്തകം ഇസ് എ സോഴ്സ് ഓഫ് പ്ലഷർ എന്ന് പഠിപ്പിക്കാൻ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ ആൾക്കാർ കൂടുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാ വിധത്തിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണത് നല്ലൊരു കാര്യമാണ്. അത് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഒരു സീറ്റ് ഓഫ് അതോറിറ്റിയായ നിയമസഭയിൽ സംഭവിക്കുമ്പോൾ അതുമീതെ നല്ലൊരു കാര്യമാണ്. അതിന് ഞാൻ സ്പീക്കറിനെയും ഈ ഫെസ്റ്റിവലിൽ നടത്തിയ എല്ലാവർക്കും ഞാൻ എൻ്റെ കൺഗ്രാജുലേഷൻസ് പറയട്ടെ. കഴിഞ്ഞ വർഷം ആദ്യത്തെ ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ചെയ്തപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഷംസീർ. അപ്പോൾ ആദ്യം മുതൽക്കന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ഉറപ്പമായ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിൽ ഒരു ചെറിയൊരു അഭ്യർത്ഥന, ചില നമ്മുടെ വലിയ വിഷയങ്ങൾ വരുമ്പോൾ കൂടുതൽ നിങ്ങളുടെ കോളീഗ്സിന് MLA-മാരെ ഇവിടെ കാണണം എന്നൊരാഗ്രഹം. നിയമസഭയിൽ ചെയ്യുമ്പോൾ അവർ സ്വന്തം വീട്ടിൽ ചെയ്യുമ്പോൾ അവർ വരാതിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ചെറിയൊരു നഷ്ടമാണ് അവർക്കും നമ്മളുടെ ഫെസ്റ്റിവലിൻ്റെ വിജയത്തിനും. ജനങ്ങൾ വരുന്നത് തന്നെ ആവശ്യം. നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നു, എല്ലാ വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് നമ്മളുടെ പ്രതിനിധിത്വം ഇവിടെ കാണുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പക്ഷേ MLA-മാരും അവർക്കും വായിക്കണം എന്ന് പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥനമാണ്. വായിക്കാത്ത ജനപ്രതിനിധി നിങ്ങളെല്ലാവർക്കും ചുരുങ്ങിയ ഉപയോഗമായിരിക്കും. വായിക്കുന്നവരാണ് നമ്മൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങളുടെ വിഷയങ്ങൾ അസംബ്ലിയിൽ ഏറ്റെടുക്കാനും. അത് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി എൻ്റെ എല്ലാ കൺഗ്രാജുലേഷൻസ് അറിയിച്ചിട്ട് ഇനിയും വരാൻ പോകുന്ന എഡിഷൻസിൽ ഇതുമീതെ നന്നായിട്ട് നടക്കട്ടെ എന്ന് എല്ലാ ആശംസ പറഞ്ഞിട്ട് ഞാനെന്ത് വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി സാർ. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. KLIBF 2ാം പതിപ്പിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് GVHSS അമ്പലത്തറ കാഞ്ഞങ്ങാട് സ്കൂളിലെ അധ്യാപകനായ ശ്രീ KK ഷിബിനാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശശി തരൂരിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് ശ്രീ KK ഷിബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി KLIBF 2ാം പതിപ്പിന് വേണ്ടി ഫെസ്റ്റിവൽ സോങ്ങുകൾ രചിച്ചതിനുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് ഡോക്ടർ പ്രസീതയെയും ശ്രീ അഖിലൻ ചെറുകോടിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവറുകളെ, നമ്മുടെ ഈ സമാപന സമ്മേളന ഔപചാരിക ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ശ്രീ N ഷംസീർ അവറുകൾ, ചടങ്ങിലെ ആശംസ അർപ്പിച്ച ഡോക്ടർ ശശി തരൂർ MP അവറുകൾ, ചടങ്ങിൻ്റെ സ്വാഗത ആശംസ നിയമസഭയുടെ സെക്രട്ടറി ശ്രീ AM ബഷീർ അവറുകൾ, കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി C. ബേബി അവറുകൾ,
ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, നമ്മുടെ നിയമസഭയിലെ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള നിയമസഭയുടെ ഈ അന്തർദേശീയ പുസ്തകോത്സവം കഴിഞ്ഞ ദിവസങ്ങളായി അത് പൂർത്തീകരിച്ചിന്നിവിടെ ഈ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാം പതിപ്പ് ഏറെ മെച്ചപ്പെട്ട സംഘാടനം കൊണ്ടും അതോടൊപ്പം തന്നെ ആളുകളുടെ സാന്നിധ്യം കൊണ്ടും പ്രസാധകരുടെയും സ്റ്റാളുകളുടെയൊക്കെ എണ്ണം കൊണ്ടും പുസ്തകത്തിൻ്റെ വിൽപ്പനയുടെ കാര്യത്തിലുമൊക്കെ അതോടൊപ്പം തന്നെ മികച്ച വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തി നമ്മളുമായി സംവദിക്കാനുള്ള വേദി ഒരുക്കിക്കൊണ്ടുമൊക്കെ തന്നെ ജനബാഹുല്യം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും വളരെയേറെ സജീവമായ ഒരു വേദിയായി കഴിഞ്ഞ ദിവസങ്ങളായി മാറുകയായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന് രാവിലെ ഞാൻ ഈ സ്റ്റാളിൻ്റെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു പുസ്തകത്തിൻ്റെ സ്റ്റാളിൻ്റെ മുമ്പിൽ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ പുസ്തകങ്ങൾ നോക്കി നിൽക്കുന്ന ചിത്രം ഞാൻ കാണാനിടയായി. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ ആകാംക്ഷയോടെ പുസ്തകത്തെ കാണുന്നൊരു കുട്ടി. ഞാൻ ഈ കുട്ടിയുടെ കാര്യം പറയാൻ കാരണം, എന്തായിരുന്നു ഇത് ലക്ഷ്യം വെച്ചത്? വായന ലഹരിയാണ് എന്ന് പറയുമ്പോൾ ഒരു തലമുറ യഥാർത്ഥത്തിൽ പുസ്തകത്തിലേക്കും വായനയിലേക്കും അടുപ്പിക്കാൻ ഇവിടെ ബഹുമാനായ നമ്മുടെ നിയമസഭാ സ്പീക്കറും അതോടൊപ്പം തന്നെ സെക്രട്ടറി സൂചിപ്പിച്ചൊരു കാര്യം, പുസ്തകത്തിൻ്റെ വിൽപ്പനയല്ല, അതിനപ്പുറത്ത് ഒരു വലിയ ഒരു വിഭാഗത്തിൻ്റെ സാംസ്കാരികതയെ പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും അടുപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. അത് ലക്ഷ്യത്തിലെത്തിയെന്ന് ഞാൻ കണ്ടൊരു കാഴ്ച, ആ കുട്ടി കുറേ നേരമായി, ഞാൻ അവസാനം അവിടെ ഒരു പുസ്തകം വാങ്ങിച്ച് അവന് സമ്മാനിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. ഞാൻ പറഞ്ഞു, ഇതാണ് ഈ മാറ്റം. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിലെ ഇത്രയും പ്രസാധകർ കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായപ്പോഴാണ്. ഒരുപാട് പുസ്തകങ്ങൾ പലപ്പോഴും ഞാൻ കാണാറുണ്ടെങ്കിലും ഇത്രയും പ്രസിദ്ധീകരണക്കാരും പ്രസാധകരും ഒക്കെ തന്നെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലുണ്ട്. വളരെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, വളരെയേറെ വിപുലമായൊരു പുസ്തകത്തിൻ്റെ ശേഖരം നമ്മുടെ മലയാള ഭാഷയിലും മറ്റ് സംവിധാനങ്ങളുമായി രൂപപ്പെടുത്തിയുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം തോന്നി. അതാണ് ഇതിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2, ഇതിൻ്റെ സംഘാടനത്തിലാണ്. ഒരു പിഴവ് പോലും പറ്റാതെ ഈ സ്ലോട്ടുകളൊക്കെ വളരെ കൃത്യമായി തന്നെ അത് രൂപപ്പെടുത്തി സമയബന്ധിതമായി. ഇവിടെ മലയാളത്തിലെ ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നു, എങ്ങനെയും സംസാരിക്കാം, ഒരു പുസ്തകത്തിൻ്റെ ചർച്ചയിൽ വേണമെങ്കിൽ മണിക്കൂറുകൾ സംസാരിക്കാം, പക്ഷേ 25 മിനിറ്റ് കൊണ്ട് സംസാരിക്കാം. അപ്പോൾ അത് വളരെ ബ്രെവിറ്റി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ മനോഹരമായി ഇത്രയും പുസ്തകങ്ങൾ, എൻ്റെ ഒരു പുസ്തകം ഉൾപ്പെടെ, ഒരുപാട് സന്തോഷം തോന്നി. തീർച്ചയായിട്ടും അത് ഒരുപാട് പുതിയ ആളുകൾക്ക്, പുതിയ എഴുത്തുകാർക്ക് കടന്നു വരാനുള്ള ഒരു വേദിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനമായി ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ബഹുജനങ്ങളുടെ പങ്കാളിത്തമാണ്. ഇവിടെ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യർ, വലിയ എഴുത്തുകാരും ആസ്വാദകരും സഹൃദയരും ഒന്നും അല്ലാതുള്ള സാധാരണ മനുഷ്യർ ഈ നിയമസഭയിലേക്ക് കടന്നു വന്ന് ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പങ്കാളികളായി മാറുമ്പോൾ എന്താണോ ഇതിൻ്റെ സംഘാടക ലക്ഷ്യമിട്ടത്, ആ ലക്ഷ്യത്തിലേക്ക് ഒരുപാട് നമ്മൾ അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ നിയമസഭാ സ്പീക്കറെയും സെക്രട്ടറിയെയും അദ്ദേഹത്തിൻ്റെ നിയമസഭാ സെക്രട്ടറിയേറ്റിനെയും വളരെ ആത്മാർത്ഥമായി, കാരണം ഞാൻ അവരെ അഭിനന്ദിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റാരുടെയും സഹായമില്ലാതെ ഇതിൻ്റെ സംഘാടനത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും രൂപപ്പെടുത്തിയത് ഇവിടുത്തെ സ്റ്റാഫാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ യാതൊരു മാനേജ്മെൻറ്റുകളുടെ ഇടപെടലില്ലാതെ ഇത്രയും നന്നായി രൂപപ്പെടുത്താൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും വലിയൊരു കയ്യടി സത്യത്തിൽ നിങ്ങൾ അർഹരാണ് എന്ന് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി, ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ വന്നപ്പോൾ തന്നത് കൈലാസ് സത്യാർത്ഥിയുടെ ഒരു പുസ്തകമാണ്. നോബൽ പ്രൈസ് നേടിയ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ, അതിൻ്റെ മറുപടി പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേ പേപ്പറുകൾ നഷ്ടപ്പെട്ടു, അത് തയ്യാറാക്കിയ പേപ്പർ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്. ആ ഒരു പേപ്പർ തപ്പിയെടുക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കഥ, ഒരു വനത്തിൽ തീ പടരുമ്പോൾ ആ വനത്തിലെ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം ഓടുകയാണ്. പക്ഷേ സിംഹം ഉൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളും, പക്ഷേ ഒരു ചെറിയ പക്ഷി മാത്രം അതിൻ്റെ കൊക്കിൽ ഒരു ചെറിയ തുള്ളി വെള്ളവുമായി അത് തീയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സിംഹം ചോദിച്ചു, നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഈ തീ കെടുത്താൻ
ഒരു തുള്ളി വെള്ളവുമായി ഞാൻ വരികയാണ് എന്ന്, അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ എങ്ങനെ കെടുത്തും? ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഈ ഒരു തുള്ളി വെള്ളം ഈ തീയെ കെടുത്താൻ അർഹമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ആ പക്ഷി പറഞ്ഞ ഒരു കഥ അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, ഈ പുസ്തകോത്സവം യഥാർത്ഥത്തിൽ ആ ഒരു തുള്ളി വെള്ളമാണ്. കേരളത്തിനെ അക്ഷരങ്ങളുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിനെ ഈ ലഹരിയുടെ ആ വലിയ തലങ്ങളിൽ നിന്ന് മാറ്റി അക്ഷരങ്ങളുടെ ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു തുള്ളി എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ വലിപ്പം കൊണ്ടല്ല, തീർച്ചയായിട്ടും അതിനുള്ള തുടക്കമാണ്. ഇവിടെ ലഹരിയുടെ അഗ്നിയെ കെടുത്താനുള്ള നമ്മുടെ എളിയ ശ്രമം തീർച്ചയായും വലിയൊരു വിജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും വളരെ ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി KLIBF രണ്ടാം പതിപ്പിൽ പങ്കെടുത്ത പ്രസാധകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. പ്രസാധകരുടെ പേരുകൾ വായിക്കുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. പ്രസാധകരുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും വായിക്കുന്നത്. ആദ്യം അബ്സല്യൂട്ട് പബ്ലിക്കേഷൻസ്, അമർ ചിത്രകഥ, ആപ്പിൾ ബുക്സ്. പ്രസാധകർ ദയവായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അറ്റ്ലാന്റിക് പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഒതൻറ്റിക് ബുക്സ്, ബാർട്ടർ പബ്ലിഷിംഗ്, ബി4 എവർ ബുക്സ്, ബിയോണ്ട് ബുക്സ്, ബ്ലൂംസ്ബറി, ബ്ലൂ ഇങ്ക് ബുക്സ്, ബ്ലൂ പെൻസിൽ, ബ്ലൂ പി പബ്ലിക്കേഷൻസ്, ബോധി ബുക്സ് നിലമ്പൂർ, ബോധി ട്രീ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ്, ബുക്ക് പ്ലസ് പബ്ലിഷേഴ്സ്, ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ്, ബിസിനസ് പ്ലസ്, കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസ്, ചിന്ത പബ്ലിഷേഴ്സ്, കറണ്ട് ബുക്സ്, തൃശ്ശൂർ, ദവ ബുക്സ്, DC ബുക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക്കേഷൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ധനം ബിസിനസ് മീഡിയ, ഡോൺ ബുക്സ്, ഡോർലിംഗ് ഇൻഡസ്ട്രി, ഡ്രീം ബുക്ക് ബൈൻഡറി, ഐ ബുക്സ്, ഫാബിയൻ ബുക്സ്, ഫിംഗർ ബുക്സ്, ഫിംഗർ പ്രിൻറ്റ്, ഗയ പുസ്തകശാല, ഗ്ലോബൽ ബുക്സ്, ഗ്രേസ് ബുക്സ്, ഗ്രാമീണ പബ്ലിക്കേഷൻസ്,
Green Books, Green Line Publications, GV Books, HNC Stores, Hachette, Haridam Books, HarperCollins, Hello Friends, Ideal Books, IET Publications, India Books, Indian Society of Authors, Insight Publica, Institute of Objective Studies, IPB Books, IPH Books, Isha Vishwa Praඥana Trust, Islam International Publication, Jainko Publishers, Jeevan Books, Jnaneshwari Publications, Juggernaut, Kaipada Publishing Group, Kairali Books Private Limited, Kalapurna Publications, Kaliveena Publications, Kerala Bhasha Institute, Kerala Council for Historical Research, Kerala Granthashala Saharana Sangam, Kerala Media Academy, Kerala Sahitya Akademi, Kerala Sangeeta Nadaka Akademi, Kerala Shastra Sahitya Parishat, Kerala State Bookmark, Kerala State Chalachitra Akademi, Kerala State Institute for Children's Literature, Kerala State Institute for Encyclopedic Publications, Kottayam Pushpanath Publications, Kumaranashan National Institute for Culture, Kurukshetra Prakashan Private Limited, Kuttiyana, Leftward, Libby Publications, Liva Books, Living Leaf Publishers, Logos Books, Macbeth Publication, Madhyamam Books, Mango Books, Manorama Books, Marar Sahitya Prakasham, Madhrubhumi Books, Melinda Books, Modern Book Center, Maitri Books, Narayana Gurukula Publications, National Bookstall, National Book Trust of India, Niyamasabha Books,
Nosy Crow, Olive Publications, Om Books, Orient Black Swan, Padmasri Pustakashala, Pan Macmillan, Paper Publica, Papati Pustakangal, Paridhi Publications, Pavanatma Publishers Private Limited, Payal Books, PCM Bookshop, Penguin, Perekya Books, Prabhat Book House, Pranada Books, Pravada Books, Premier Books, Print House Publishers, Prism Books, Priyadarshini Publications, Progress Publication, Publications Divisions, Government of India, Rajana Books, Romanson Printing and Publishing House Private Limited, Ruba Publishing House, Sahitya Akademi, Saigadam Books, Saindava Books, Samada, Samayam Publications, Samooh, Samrat Publishers, Shantigiri Publications, Sapiens Literature, Saradi Publishers, Sadbhavana Trust, Scholastic, Sign Books, Silence, the Osho Bookshop, Simon and Schuster, Sitara Books, Shivagiri Mutt Publications, Shrestha Books, Southern Bookstar, Sujili Publications, Suprabhadam Taxman Publications, TBS Publishers Distributors, Team Impact, Telbrain Books, Telinir Books, THG Publishing Private Limited, the Hindu Group, Tunjat Ezhuthachan Malayalam University, Today Books, Travancore Devasam Board, Tingle,
Unma Publications, US Born, VC Thomas Editions, Vajanam Books, Vastuvidya Gurukulam, Vayanapura Publications, Westland Books, Wisdom Books, Yavanika Publications, Yes Press Books, Yuvada Book House, നന്ദി സർ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബി സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ബഷീർ സാർ, ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശശി തരൂർ സാർ, ആശംസ അർപ്പിച്ച് സംസാരിച്ച ഗവൺമെൻറ് ചീഫ് ഡോക്ടർ ജയരാജ് സാർ, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച നിയമസഭാ സെക്രട്ടറി AM ബഷീർ സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെ 2ാം എഡിഷൻ ഇവിടെ വിജയകരമായി സമാപിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുസ്തക മേളകളിലൊന്നാണ് ഇന്നിവിടെ സമാപിക്കുന്നത്. 3rd എഡിഷൻ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നടത്തുമെന്നും ബഹുമാനപ്പെട്ട സ്പീക്കർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ ചടങ്ങിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറിന് ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത ഈ പുസ്തകോത്സവത്തിന് എല്ലാ നിർദ്ദേശങ്ങളും തന്ന് പുസ്തകോത്സവത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ AM ഷംസീർ സാറിന് ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച ശശി തരൂർ MP, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫും അദ്ദേഹത്തിനും ഡോക്ടർ N ജയരാജ് സാറിനും നന്ദി അർപ്പിക്കുന്നു. അതുകൂടാതെ ബഹുമാനപ്പെട്ട ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, ഈ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അടുത്ത വർഷം ജനുവരിയിൽ വെച്ചിട്ടുള്ള ഈ പുസ്തകോത്സവം നമ്മൾ കേരളത്തിൻ്റെ കൂടെ തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും നിർദ്ദേശവും ഈ ഒരു പുസ്തകോത്സവത്തിനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഈ പുസ്തകോത്സവത്തിൻ്റെ പേരിലും നിയമസഭാ സെക്രട്ടറിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ പറഞ്ഞു, ആന്നി രാജു, ഗതാഗത വകുപ്പ് മന്ത്രി ആന്നി രാജു സാർ, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി മാഡം, അങ്ങനെ നിരവധി മന്ത്രിമാർ, പിന്നെ MP മാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാർ, അതുപോലെ നിരവധി MLA മാരാണ് നമ്മുടെ ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നു പോയത്. അതുപോലെ തിരുവനന്തപുരം മേയർ, ജില്ലാ കളക്ടർമാർ, മുൻ സാമാജികർ, നിരവധി പേർ ഈ പുസ്തകോത്സവമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അവർക്കെല്ലാവർക്കും ഈ പുസ്തകോത്സവത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ നിയമസഭയുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ ചാനൽ ചർച്ചകൾ, KLIBF ടോക്സ്, മീറ്റ് ദ ഓതർ, KLIBF ഡയലോഗ്സ് തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ ഒരുപാടുണ്ട്. അതുപോലെ മലയാളം പള്ളിക്കൂടം ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ചു. അവർക്കെല്ലാം ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും നിയമസഭയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, പിന്നെ MLA മാരുടെ PA മാർ, വിവിധ സർക്കാർ വകുപ്പുകൾ, അവരുടെ എല്ലാ സഹകരണം ഉണ്ടായിരുന്നു. മീഡിയ സെൽ ഉണ്ടായിരുന്നു. മീഡിയ സെൽ അംഗങ്ങൾ, PRD, കേരള മീഡിയ അക്കാദമി, സഭ TV,
അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ കവർ ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിയ ദൃശ്യശ്രാവ്യ ഓൺലൈൻ മീഡിയ പ്രവർത്തകർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ നിരവധി സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകർ ഇവിടെ വന്നു. ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ 163 പ്രസാധകരാണ് ഇവിടെ പങ്കെടുത്തത്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വിവിധ മത മേലധ്യക്ഷന്മാരുടെ സപ്പോർട്ട് നമ്മുടെ ഈ ഒരു പരിപാടിക്കുണ്ടായിരുന്നു. അവരുടെ ആ മതമേലധ്യക്ഷന്മാരെയൊക്കെ ഞാനും സെക്രട്ടറിയും കൂടെ പോയി അവരെല്ലാം കാണുകയും ചെയ്തതാണ്. അപ്പോൾ അവർക്കെല്ലാം പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ വിവിധ പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ന്യൂവാൽസ്, മലയാളം സർവകലാശാല എന്നീ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. 624 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏകദേശം ഇവിടെ ഈ ഒരു 7 ദിവസമായിട്ട് ഇവിടെ പങ്കെടുത്തത്. അവർക്ക് പ്രത്യേകം അവിടുത്തെ ആ സ്കൂൾ മാനേജ്മെൻറ്റ്, സ്കൂളിലെ പ്രധാന അധ്യാപകർ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ സിറ്റി റൈഡിന് ഇവിടെ ബസ് അനുവദിച്ചു KSRTC അധികൃതർ. അതുപോലെ ഈ 2 ദിവസം പഞ്ചവാദ്യം പഞ്ചാരിമേള അവതരിപ്പിച്ച ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്ര കലാപീഠം, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ പുസ്തകോത്സവത്തിന് ആവശ്യമായ ഈ 4 സൈഡിലുള്ള സ്റ്റാളുകൾ സെറ്റ് ചെയ്ത അനുബന്ധ സൗകര്യങ്ങളും തന്ന വ്യക്തികൾ, സ്ഥാപനങ്ങളുണ്ട്. വൈദ്യുത ദീപാലങ്കാരം തയ്യാറാക്കിയ സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ ബുക്ക് കൂപ്പൺ സ്പോൺസർ ചെയ്ത വിവിധ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ വിദ്യാർത്ഥികളുടെ സന്ദർശന പാക്കേജ്, സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം, തിരുവനന്തപുരം ശ്രീചിത്ര ആർട്ട് ഗാലറി, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, നേപ്പിയർ മ്യൂസിയം, താളിയോല മ്യൂസിയം അധികൃതർ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നിയമസഭാ അവാർഡ് നിർണയിച്ച ജൂറി അംഗങ്ങളായ പ്രിയ കെ ബാലൻ, അശോകൻ ചരുവിൽ, നിയമസഭാ സെക്രട്ടറി ഇതിലും ചെയർമാനായിരുന്നു, അദ്ദേഹവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ലോഗോ ഡിസൈനർ, തീം സോങ്, ഫെസ്റ്റിവൽ സോങ് എന്നിവയുടെ അണിയറ പ്രവർത്തകർ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ PWDയിലെ ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ വിഭാഗങ്ങൾ, ഇവരുടെ എല്ലാം കഴിഞ്ഞ 1 മാസത്തോളം അക്ഷീണ പരിശ്രമങ്ങളാണ് ഇവിടെ കാണുന്ന ഇതെല്ലാം ഇത്രയും വിജയകരമാക്കാൻ കഴിഞ്ഞത്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ വാച്ചാം വാർഡ്, കഴിഞ്ഞ 7 ദിവസത്തോളം വാച്ചാം വാർഡിൻ്റെ പരിശ്രമം വളരെയധികമായിരുന്നു. വാച്ചാം വാർഡ് വിഭാഗം, മെഡിക്കൽ ടീം, ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. നിയമസഭാ മുൻ ജീവനക്കാർ, ഈ 7 ദിവസങ്ങളിൽ നിരവധി ആൾക്കാർ ഇവിടെ വന്നിട്ട് പോയി, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം വലിയ വിജയമാക്കുന്നതിന് കഴിഞ്ഞ 3 മാസമായി അഹോരാത്രം പ്രവർത്തിച്ച വിവിധ കമ്മിറ്റി അംഗങ്ങൾ, 9ഓളം കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചത്. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ഓഫീസിനും നന്ദി പറയുന്നു പ്രത്യേകം. അഭൂതപൂർവമായ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പൊതുജനങ്ങളില്ലെങ്കിൽ ഒരു ചടങ്ങും അല്ലെങ്കിൽ ഒരു ഇവൻറ്റും വിജയകരമാവില്ല. അതുപോലെ ഈ പുസ്തകോത്സവം ഇത്രയും വിജയമാക്കിയ, ഇവിടെ എല്ലാ ദിവസവും കടന്നു വന്നിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പുസ്തകോത്സവത്തിൻ്റെ പേരിലും നിയമസഭാ സെക്രട്ടറിയുടെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.